ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയർമാൻസ് ക്ലബ് ആൻഡ് റിസോർട്ടിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഭാരതീയ മോളിലേക്കാണ് കേട്ടോ. എൻ്റെ അമ്മോ, അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ട് ഞാനും കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് അറിയണമെന്നല്ലോ. എന്തായാലും ഞങ്ങളൊന്ന് പാർക്കിംഗ് ഒക്കെ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം ഒന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഫൈനലി നമ്മൾ അകത്ത് കയറി പാർക്കിംഗ് ഒക്കെ ചെയ്തു. ഇത് ആക്ച്വലി സംഭവം നടക്കുന്നത് ഭാരതീയ മോളിൻ്റെ മുൻവശത്തായിട്ടുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ടാണ് ഈ ദസറ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ മേള എക്സിബിഷൻ അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ലൈറ്റ് കാണാണ്ടോ? എന്താ സംഭവം എന്ന് അറിയണ്ടേ? ഞാൻ എന്തായാലും മാക്സിമം എൻ്റെ വീഡിയോയിൽ അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പക്ഷേ ഭയങ്കര റഷാണ്. അവിടെ ആൾക്കാരും അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് എനിക്കൊരു പിടിയില്ല. ഓക്കെ ഹാപ്പി ദസറ എന്നാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്ന് എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെയുള്ള എന്തൊക്കെയാണ് കാഴ്ചകൾ, എന്തൊക്കെയാണ് മേൽ എക്സിബിഷനിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. രാത്രി സമയത്ത് ഇവരിങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്ച്വലി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. പിന്നെ കണ്ടില്ല അവിടുത്തെ ക്യൂട്ട് ഡെക്കറേഷൻ ഐറ്റംസ്. അയ്യോ, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. ഇതൊക്കെ ആക്ച്വലി അവിടെ പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സംതിങ് എബവ് ആണ് കേട്ടോ. ബട്ട് സെയിം സംഭവം ഞാനിടയ്ക്ക് മീഷോയിലൊക്കെ നോക്കിയിട്ടുള്ളതുകൊണ്ട്, മീഷോന്നാണ് എൻ്റെ മിക്കതും ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്യാറുള്ളത്. കാരണം നല്ല വില കുറവാണ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ എത്രയാണെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും കണ്ടെടുക്കാനേ പറ്റുള്ളൂ ഗൈസ്. പിന്നെ എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലേ എന്നും വിചാരിച്ച് ഒരു ഹൗസ് നെയിം പ്ലേറ്റ് വാങ്ങാം എന്ന് വിചാരിച്ചിട്ടോ. സംഭവം എനിക്കിഷ്ടപ്പെട്ടു, നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് അവർ അതിനനുസരിച്ചുള്ള പീസസൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് അവർ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് നല്ല ഉറപ്പിച്ച സംഭവം നമുക്ക് തരും. നമുക്കിത് പിന്നീട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്കിത് ഒരു 2 ആണി അടിച്ച സംഭവം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പം എൻ്റെ പേരും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും കൂടിയിട്ട് ചേർത്തിട്ടാണിട്ട്. ഇത് ഞാനല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡായിട്ട് തന്നെയാണ് പേര് ഒക്കെ പറഞ്ഞത്. ഇനി എന്താണ് ഇങ്ങനെ ഈ പേരൊക്കെ ഇട്ടേ എന്നൊന്നും ആരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റരുത് കേട്ടോ. അതിന് ഏകദേശം 1500 എത്ര കൂടെ ആയിട്ടുണ്ട് അതിന്. പക്ഷേ കുഴപ്പമില്ല, അടിപൊളി സംഭവമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കരുത് എന്തുകൊണ്ട് ഇതൊന്നും എവിടെയും കണ്ടില്ല എന്ന്. സംഭവം നമ്മൾ കണ്ടെത്തി ഗൈസ്. ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം എൻ്റെയും കുട്ടികളും മാത്രമല്ല ഹസ്ബൻഡും കേട്ടോ ഞങ്ങളെ ഫേവറേറ്റ് ആയിരുന്നു. കാരണം ആക്ച്വലി അല്ല ബ്ലാക്ക് കറൻറ്റ് കോട്ടൺ ക്യാൻഡി, പിന്നെ അതുപോലെ ചോക്ലേറ്റ് ആൽമണ്ട് ഈസ് മൈ ഫേവറേറ്റ് ഗൈസ്. എൻ്റെ അമ്മോ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊന്നും ചോക്ലേറ്റ് തീരെ ഇഷ്ടമല്ല. ഐ മീൻ ഡാർക്ക് ചോക്ലേറ്റ്സ് അവർ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ എടുത്ത് അവിടെ ഭാരതീയ മോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇപ്പോൾ മാച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓപ്പൺ സ്പേസ് ആ ഏരിയയിൽ തന്നെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് സംഭവം കാണുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ മോളിലിരിക്കുമ്പോൾ മോളുടെ അകത്തായിരിക്കും ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ, പക്ഷേ ഇത് മോളിൻ്റെ പുറത്താണ്. സോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. എല്ലാം ഉണ്ട് നമുക്ക്, ലൈക്ക് സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം കിട്ടും, ബാർബിക്യൂ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് MTRലേക്കാണ്. അവിടെ മെയിനായിട്ട് ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ മിക്കതും ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെയാണ് മിക്കതും കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ മസാല ദോശ അങ്ങനത്തെ പിന്നെ എൻ്റെ ചെറിയ മോൾക്കാണെങ്കിൽ പൂരി, ഭട്ടൂര് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് അധികം നടക്കാനുള്ളത് കൊണ്ടും എന്താ പറയുക, കുറേ നേരം നിന്നതും കൊണ്ടും ഞാനാകെ ടയേർഡായിരുന്നു. എനിക്കൊരു ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചായയാണ് കേട്ടോ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. അതിന് ശേഷമാണ് മസാല ദോശയും ഭട്ടൂരയും ഇതൊക്കെ ഓർഡർ ആക്കിയത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ആയത് എനിക്ക്. നിങ്ങൾക്കറിയാവുന്നല്ലേ, ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ, കാലിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി എന്നല്ലേ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യം. പിന്നെ നല്ല അടിപൊളി ഒരു ഫുഡ്. ഇത് പിന്നെ നമുക്ക് പിന്നെ എന്താ വേണ്ടേ അല്ലേ? അതും ഫാമിലി ആയിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഉണ്ട് MTR റെസ്റ്റോറൻറ്റ് മുമ്പിലായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ അവിടെ ഗാനമേള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ എനിക്കത് ആക്ച്വലി വീഡിയോയിൽ ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. ഞങ്ങൾ കൈ പിടിച്ച് ഇരുന്ന് കുറച്ച് നേരത്തേക്ക് അയാൾ പാടിയതും കേട്ട് ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. ആ ഒരു ഫീല് അതൊരു അടിപൊളി ഫീലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ എത്തിയത് കുട്ടികളുടെ കളിക്കാനൊക്കെ ആയിട്ട് അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലേക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറയാനുള്ളൂ, എൻ്റെ ചെറുപ്പത്തിലുള്ള പല ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഞാൻ ഒരു സമയത്ത് നല്ലോണം ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമുക്കിതൊന്നും പറ്റില്ല. എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ കാർ ഡ്രൈവിങ് അത് ഇതൊക്കെ, ആ ടോയ്സ് ഇതൊക്കെ യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ കല്യാണം കഴിച്ച് 2 കുട്ടികളായി, ഇനി എങ്ങനെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്കില്ല? ഓൺലി ഫോർ കിഡ്സ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുട്ടികളോട് കുറച്ച് നേരത്തേക്ക് കുറച്ച് പോസസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ഇവിടെ നിൽക്കും അവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ഇറ്റ്സ് അത്ര എളുപ്പമല്ല കേട്ടോ. ഇവരെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര എളുപ്പമല്ല. ഇവിടെ വന്ന് നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും, അവിടെ പോയി നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും. ഇതാണ് എൻ്റെ അവസ്ഥ. ഫൈനലി ഫോട്ടോ എടുത്തു ഗൈസ്. അവിടെ തന്നെ ഞാൻ ക്ഷീണിച്ചു, കഴിച്ചൊക്കെ ദഹിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിത്ത് ചിൽഡ്രൻ, ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്. പ്ലീസ് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പ്ലീസ് ചെയ്യുക. പോവല്ലേ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനിയും ഞങ്ങൾ എവിടേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, അതൊക്കെ കാണണമല്ലോ. ഇനി ഇവിടെ ഞങ്ങളുടെ നേരെ പോയത് മാളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അവിടുത്തെ ആക്ച്വലി കുട്ടികളുടെ കളിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 months ആയിട്ടുണ്ടാവുള്ളൂ ഓപ്പൺ ആക്കിയിട്ട്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെയും കൂടി കയറി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല, എൻജോയ് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ചൂടായിരുന്നു. എങ്ങനെയും കളിച്ച് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയും ഒന്ന് കളിച്ച് തീർന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സെൻട്രലൈസ്ഡ് AC ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. നല്ല കുറച്ച് ഉള്ളൂ കേട്ടോ ഏരിയ അവിടെ കളിക്കാനായിട്ട് കുട്ടികൾക്കുള്ളത്. ഇത് മീൻസ് ഉള്ളിൽ, പുറത്ത് നല്ല വിസ്താരമായിട്ട് അവർ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി കുട്ടികൾക്കുള്ള കിഡ്സ് ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.